ഹായ് പ്രിയങ്ങളെ. അപ്പോൾ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ച ഇപ്പോൾ നടാൻ പറ്റുന്ന കൃഷി തന്നെയാണ്, നടാൻ പറ്റുന്ന ഒരു വിളയാണ് വെണ്ട. അപ്പോൾ നമുക്ക് ഈ ഗോബാഗിൽ നേരിട്ട് നമുക്ക് വിത്തിടാം. തൈകൾ മാറ്റി നടുന്നതിനേക്കാളും നേരിട്ട് വിത്തിടുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു 3-4 5 ദിവസം കഴിയുമ്പോഴേക്ക് നന്നായി മുളച്ച് വരും. നല്ല കരുത്തുള്ള തൈകൾ മുളച്ച് വരും. അപ്പോൾ നമ്മൾ അത് മുളപ്പിച്ച് നടേണ്ട ആവശ്യമില്ല. നേരിട്ട് ഈ മണ്ണിലേക്ക് ഗ്രോ ബാഗിലേക്ക് നട്ടു കൊടുക്കാം. ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നമ്മൾ ചാണകപ്പൊടി, കരിയില കമ്പോസ്റ്റ്, ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും മണ്ണും ഒക്കെ ചേർത്ത് നന്നായി പുളിപ്പ് മാറ്റുകയാണെങ്കിൽ, കുമ്മായം ചേർക്കുകയാണെങ്കിൽ ഒരു 15 ദിവസം കഴിയണം. അപ്പോൾ ഗ്രോ ബാഗ് ഒരു 15 ദിവസം മുമ്പേ ഒരുക്കി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഡോളോമേറ്റ് ചേർക്കാം. ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചാരമുണ്ടെങ്കിൽ, വിറക് കത്തിച്ച ചാരമുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ നമുക്ക് വളങ്ങൾ വാങ്ങുന്ന ആ ഒരു ഇത് ലാഭിക്കാം. ഇപ്പോൾ എനിക്ക് 5-6 ഗ്രോ ബാഗിൽ 2 തരം വെണ്ടയാണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു തരം വെണ്ടയും ആ ഒരു പച്ച കളറുള്ള ഇതൊരു ഇളം ചുവപ്പ് കളറിലുള്ള വെണ്ടയാണ്. ഇതിന് നന്നായി നനയ്ക്കുകയെന്ന് വേണ്ട, എപ്പോഴെങ്കിലും ഒന്നരാടം നനച്ചു കൊടുത്താൽ മതി. അത്ര അധികം ചൂട് ബാധിക്കാത്ത ഒരു വെണ്ടയാണിത്. ഇതിൻ്റെ കൂടെ ഈ സൈഡിൽ കാണുന്നത് സാധാരണ കയ്പ്പക്ക എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ചെറിയ കയ്പ്പക്കായിട്ട് ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടാകുന്ന ചെറിയ കുഞ്ഞു കായ്കളാണ്. ഇതിവിടെ തനിയെ മുളച്ചതാണ്. ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ പൂവ് ഇതുപോലെ ചെറിയ കുഞ്ഞു കായകളാണ് അതിലുണ്ടാകുന്നത്. അപ്പം ഞാൻ ആ ചീര നട്ട തടത്തിൽ അതിപ്പോൾ മുളച്ചതാണ്. കണ്ട, അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കായകൾ. അപ്പോൾ കുറേ എണ്ണം ഉണ്ടെങ്കിൽ നമുക്കതൊരു മരുന്ന് ചെടിയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാട്ടുകയ്പൊക്കെ കണ്ടവരുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇത് തനിയെ ഇവിടെ മുളച്ചതാണ്. അപ്പോൾ അത് കാട്ടിലെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ശരിക്കും ഇതിനെ പറ്റിയിട്ട്. പക്ഷെ ആ തൈ കണ്ടെങ്കിൽ അത് പറിച്ച് മാറ്റാൻ തോന്നില്ല. അത്രയും നല്ല ഭംഗിയായ ചീരയെ പൊതിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക അപ്പോൾ അധികം ജലസേചനം ഒന്നും ആവശ്യമില്ല. മൂപ്പെത്തുന്നതിന് മുമ്പേ കായ്കൾ പറിച്ചെടുക്കുക. മൂപ്പെത്തി കഴിഞ്ഞെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് വേണ്ട. അപ്പോൾ ഒരു 2-3 ചുവടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുമുള്ള വെണ്ടക്കകൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് മെഴുക്ക് പുരട്ടിയായും സാമ്പാറിലിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നല്ല വറവായും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വെണ്ട കൃഷിയെ പറ്റി എൻ്റെ കുഞ്ഞു